കിപ്പിറ്റ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അമ്പൂരിയിലോട്ടാണ്. അമ്പൂരിയിലെ കാഴ്ചകൾ കാണാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു റൈഡ് അത്രമാത്രമേ ഉള്ളൂ. കുറേ ദിവസമായില്ലേ റൈഡ് പോയിട്ട്. നമ്മൾ മാത്രമല്ല, KLTN ബ്ലോഗ്സിലെ സുധീഷ് ബ്രോയും കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരുമിച്ച് അവിടെ നിന്ന് പോകാമെന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ സുധീഷ് ബ്രോയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പുള്ളി ഇറങ്ങിയോന്തോ നോക്കാം. നമുക്ക് രണ്ട് ഫോൺ കൊടുത്ത് നോക്കാം. എല്ലാവർക്കും ഹായ്. ഓണാണ് ഇവിടെ ഒരു പരീക്ഷണശാല എന്ന് നടത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാക്സിമം ബ്ലോഗിന് വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയിൻ ലൂബിങ്. നമ്മളിപ്പോൾ അങ്ങനെ പൂജപ്പുര ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. പൂജപ്പുര ജംഗ്ഷൻ എത്തിയില്ല, ഇപ്പം എത്തും പൂജപ്പുര ജംഗ്ഷൻ. ഇവിടെ നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കംപ്ലീറ്റ് പാട്ടും ലൈറ്റും രാത്രിയൊക്കെ സൂപ്പറാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഈ വർഷം ചെയ്യാത്തത്. റിപ്പീറ്റേഷൻ വരില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തില്ല. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവാറായി. എയർ ചെക്ക് ചെയ്തിട്ട് കുറേ ദിവസമായി. എന്തായാലും എയറും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൊക്കളെ. നമ്മളങ്ങനെ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇനി അടുത്ത് പെട്രോൾ അടിക്കണം. ഇവിടെ കയറി എത്ര രൂപയ്ക്ക് അടിക്കണം? 200 രൂപയ്ക്ക് അടിക്കാം അല്ലേ? 230 ചേച്ചി. ഓ, ഇനി വണ്ടി എന്തെടുക്കാൻ ഒരു പാട് പോലെ. വഴിയുടെ കൺഫ്യൂഷനുണ്ട്. മറ്റേ പുള്ളിക്കാരൻ്റെ വീട് സുധീഷ് ബ്രോയ്ക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, അപ്പം മറന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇനി കുറച്ച് ഓഫ് റോഡാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്പൂരി ജംഗ്ഷനിൽ നിർത്തി. RV ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. ഇവിടെയൊക്കെ അധികം ഇനി ഹോട്ടലകത്ത് കാണുമോ ഇല്ലെന്ന് ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ അങ്ങ് ഇറങ്ങി. അകത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലെങ്കിലും കുറച്ച് സാധനങ്ങൾ കയറ്റി വരാനുണ്ട് വണ്ടി. അങ്ങനെ വണ്ടിയൊക്കെ വണ്ടിയിൽ പെട്ട് വേറെ വണ്ടി കയറ്റി തിരുത്തിവിടെ രാവിലെ ഇതിപ്പോ എത്ര മണിയായി? ഇനി ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററിനകത്ത് താഴോട്ടൊക്കെ എന്നാണ് പറഞ്ഞത്. പുതിയ പാലത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു പുതിയ പാലവും പഴയ പാലവും ഉണ്ട് അമ്പൂരി. അപ്പോൾ ആ പാലം കാണാൻ അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പഴയ പാലത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോഡ് മോശം ആണെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും പോയി നോക്കാം. താഴെയാണ് പാലം വരുന്നത് കേട്ടോ. നമ്മൾ പാലം കണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വെയിലും ഇല്ല മഴയും ഇല്ല. തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ. പാലത്തിൽ ആൾക്കാരിപ്പോൾ ഉണ്ട്. പാലത്തിൽ കൂടെ കഷ്ടിച്ചത് ആ ഓട്ടോ പോകണുണ്ടായ അത്രയും ഗ്യാപ്പേ ഉള്ളൂ ഈ പാലത്തിൽ.
കഷ്ടിച്ചൊരു ഓട്ടോ പോകും. അപ്പം നമുക്കൊരു ചെറിയൊരു പണി കിട്ടി. നേരത്തെ എടുത്ത ഫുട്ടേജ് എല്ലാം ഒന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഹൈപ്പർ സ്മൂത്ത് ഓണാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം ഇച്ചിരി കുടുക്കമുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം ബാക്കി എങ്ങനെയുണ്ടെന്ന്. നമുക്കിനി പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയും ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ആഹാ, പിന്നെ നടുക്കൂടെ പോകാൻ നല്ല വൈബ് കേട്ടോ. നമുക്കിവിടെ അമ്പൂരി പാലത്തിനടുത്ത് തന്നെയുള്ളൊരു ലൊക്കേഷനാണ്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മേളിലെത്തേണ്ടത്. മഴക്കാലത്ത് ഇത് ഭയങ്കര പാടായിരിക്കും. ഇപ്പം വലിയ ഇഷ്യൂ ഇല്ല, ഉണങ്ങിക്കിടപ്പുണ്ട്. കാരണം മഴ ആവുന്ന സമയത്ത് ഇവിടെ ചെളിയുടെ ഒരു ബുദ്ധിമുട്ട് വരും. പ്രശ്നങ്ങൾ നടക്കുകയാണ് ഗൈസ്. ഒരടിയാണെന്ന് തോന്നുന്നു. നമുക്കത് ശ്രദ്ധിക്കേണ്ട. നമ്മൾ വന്ന കാര്യം നോക്കിയിട്ട് അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്. റോഡ് ക്ലോസ്ഡ് എന്നോ? ഏത് റോഡ്? ഇത് റോഡാണോ? അങ്ങനെ നമ്മൾ ആനക്കുളം വാട്ടർഫാൾസിനടുത്ത് എത്താറായിരിക്കുകയാണ്. സൂപ്പർ സ്ഥലം കേട്ടോ. ഉണ്ടല്ലേ? കൊള്ളാം ഗൈസ്, അത്യാവശ്യം സെറ്റ് സ്ഥലമാണ്. വളരെ റിസ്കി ആയിട്ടുള്ള ഷോട്ട്സാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്, അയ്യോ ഇല്ലല്ല, കുഴപ്പമില്ല. ശൂര്യ പറ്റൂ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് പോകാൻ പോകും. അല്ല, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി പോകുന്ന എനിക്ക് നല്ലത്. ആഹാ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇത്ര നേരമുള്ള ഒരു ചൂടിനൊരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. നമ്മളിങ്ങനെ കയറുമ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചോണം.
ഈ നീർക്കോലി അങ്ങനെയുള്ള ചെറിയ ചെറിയ പാമ്പുകളെല്ലാം ഇതിൻ്റെ ഇടയിൽ കയറി അങ്ങിരിക്കും. ഇവിടെയൊക്കെ അത്രയും പ്ലാസ്റ്റിക്കും മദ്യകുപ്പിയാണ്. സാമൂഹ്യ വിരുദ്ധ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ വൈബാണ് ഗൈസ്. അസംബ്ലി പിരിച്ചുവിട്ടു. പ്രശ്നമാണ് ഇറങ്ങുന്നത്. കയറുന്ന വലിയ റിസ്ക് ഇല്ല, പക്ഷെ ഇറങ്ങുന്നത് ഇച്ചിരി റിസ്ക്കാണ്. നോക്കി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ പാറ തിന്നേണ്ടി വരും. തിന്നാൻ ചാൻസ് കൂടുതലാണ്. തിരിച്ച് വണ്ടിയുടെ അടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു ചായ കുടിക്കണം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചായക്കടയിൽ പോയി ചായയും കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. എനിക്ക് ചായ ചായ ചായ. ഏത് ഓക്കെ, നമ്മുടെ യാത്ര അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തിരിക്കാം.